നമസ്കാരം, ഞാൻ അമൃത് സുനിൽ. അമൃത DG മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിത ലക്ഷ്യം തേടിയുള്ള 10ാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാത്തവർ അതും കൂടെ ഒന്ന് കാണണം. സന്തോഷത്തിനുള്ള സൂത്രവാചകം. മനുഷ്യന് വളരെയധികം സാധ്യതകളും വിജ്ഞാനവും ലഭിക്കുന്ന കാലമാണ്. ഒരു സെൽഫോണിൽ നിന്നും ആയിരക്കണക്കിന് വെബ് പേജുകളും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ചെറുവിവരണങ്ങളും കളികളും ചിത്രീകരണവും വിനോദങ്ങളും ലഭിക്കുന്നു. ഇതെല്ലാം നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? നയോമിയെ പോലെ ധാരാളം സാധ്യതകളാണ് നമ്മുടെ മുൻപിൽ. ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നമ്മൾ തളർന്നു പോകും. ഒരു പരിചയമില്ലാത്ത ആളുകളെ നമ്മൾ പിന്തുടരുന്നു, ലൈക്ക് കൊടുക്കുന്നു, അഭിപ്രായം പറയുന്നു, നമ്മളും വീഡിയോകൾ ഇടുന്നു. ധാരാളം ലൈക്കുകൾ കിട്ടുന്നു, അഭിപ്രായം പറയുന്നു, സൗഹൃദങ്ങളും സ്വീകരിക്കുന്നു. ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? ഇത്തരത്തിൽ വിനോദം കണ്ടെത്തുന്നതും സമ്മതിക്കുന്നതും ഒരു ഓഫീസിൽ നിന്ന് ചെയ്യുന്ന ജോലി പോലെയാണ്. സന്തോഷത്തിനുള്ള സൂത്രവാക്യം ഇതാണ്: സന്തോഷം = യാഥാർത്ഥ്യം - ആഗ്രഹം. അതായത് ജീവിതത്തിൽ നിങ്ങൾ സന്തുഷ്ടനാണെങ്കിൽ, സ്വന്തമല്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെക്കാൾ ധനമുണ്ടായിട്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നവരെക്കാൾ എത്രയോ സന്തുഷ്ടരാണ് നിങ്ങൾ. ഉദാഹരണത്തിന്, ഒരു പെൺകുട്ടി, അവൾക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. അവളുടെ കയ്യിൽ ഒരു നോട്ട് പുസ്തകവും ഒരു പെട്ടി നിറങ്ങളുമുണ്ട്. അതുകൊണ്ട് അവൾ സന്തോഷമായി വരയ്ക്കുന്നു. അതിനപ്പുറം അവളൊന്നും ആഗ്രഹിക്കുന്നതുമില്ല. അതേസമയം ഒരാൺകുട്ടി, അവന്റെ കയ്യിൽ ധാരാളം പുസ്തകങ്ങളും നിറങ്ങളുമുണ്ട്. പക്ഷേ അവന് എല്ലാത്തിനോടും പെട്ടെന്ന് മുഷിപ്പ് തോന്നും. ഏറ്റവും പുതിയ വീഡിയോ ഗെയിം കിട്ടിയാൽ പോലും അവന് കുറച്ചു കഴിയുമ്പോൾ മുഷിയും. പുതിയതെന്തെങ്കിലും വേണമെന്ന് മാതാപിതാക്കളോട് അവൻ പറയും. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്: പെൺകുട്ടി തൻ്റെ കയ്യിലുള്ളത് കൊണ്ട് സന്തോഷിക്കുന്നു, ആൺകുട്ടി തൻ്റെ കയ്യിലില്ലാത്തതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ജീവിത ലക്ഷ്യം തേടിയുള്ള യാത്രയിലെ 11ാമത്തെ ഭാഗവുമായി ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഞാൻ പോകുന്നു. ബൈ.